വെൽഷ് പോയിട്ടായിട്ടുള്ള ഡെലൻ തോമസിൻ്റെ ഫേൺഹിൽ എന്ന് പറയുന്ന ഒരു പോമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഡു നോട്ട് ഗോ ജെൻറ്റിൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ് എന്ന് പറയുന്നൊരു കളക്ഷൻ ഓഫ് 18 പോംസ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഡെത്ത്സ് ആൻഡ് എൻട്രൻസസ് എന്ന് പറയുന്നൊരു കളക്ഷൻ ഓഫ് പോംസിലാണ് ഫേൺഹിൽ എന്ന് പറയുന്ന ഒരു പോം ഡെലൻ തോമസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഡിലൻ തോമസിൻ്റെ വർക്ക്സൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ കൂടുതലായിട്ടും യൂസ് ഓഫ് മിത്തോളജി, ലാൻഡ്സ്കേപ്പ് ഓഫ് വെയിൽസ് ആൻഡ് കൾച്ചർ ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും. അതേപോലെ തന്നെ ഡിലൻ തോമസ് എന്ന് പറയുന്നത് ഒരു ലിറിക്കൽ പോയറ്റാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ലിറിക്സിലൊക്കെ കൂടുതലായിട്ടും ഇമോഷണൽ ഇൻറ്റൻസിറ്റി നമുക്ക് കാണാൻ കഴിയാറുണ്ട്. ഡിലൻ തോമസ് 1940 ജനിച്ച് 1953 മരണപ്പെട്ടൊരു പോയറ്റ് കൂടെയാണ്. ഫേൺഹിൽ എന്ന് പറയുന്നത് ഹൈലി മ്യൂസിക്കൽ ആയിട്ടുള്ള ഒരു റൈമിങ് ആയിട്ടുള്ള ഒരു പോം കൂടെയാണ്. ഇതിൽ ഒരുപാട് നൊസ്റ്റാൾജിക് എലമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫേൺഹിൽ ഒരു 6 സ്റ്റാൻസ പോമാണ്. ഇതിൻ്റെ തുടക്കത്തിൽ ഇതൊരു പ്രൈസിങ് ടോണിലും പിന്നീട് അത് എൻഡിങ് ആകുമ്പോൾ ഒരു ലാമൻറ്റിങ് ടോണിലേക്കും കൂടെ വരുന്ന രീതിയിലാണ് ഈ ഒരു പോം വന്നിട്ടുള്ളത്. ഫേൺഹിൽ എന്ന് പറയുന്നത് ഒരു ഫാം ഹൗസാണ്. ഈ സ്പീക്കറിൻ്റെ ആൻറ്റി ഓൺ ചെയ്തിട്ടുള്ള ഒരു ഫാം ഹൗസാണ് ഈ ഒരു ഫേൺഹിൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു ഫേൺഹിൽ എന്ന് പറയുന്നത് ഒരു മൗണ്ടൻ ഏരിയയിലായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ മുഴുവനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് സ്പീക്കർ തൻ്റെ യൂത്ത് ടൈമിൽ അതേപോലെ ചൈൽഡ്ഹുഡ് ടൈമിലൊക്കെ ഈ ഒരു ഫേൺഹില്ലിൽ എങ്ങനെയായിരുന്നു സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എത്രത്തോളം സെലിബ്രേറ്റിംഗ് ആയിരുന്നു, എത്രത്തോളം എൻജോയബിൾ ആയിരുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിൽ സ്പീക്കർ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ ഈ സ്പീക്കർ ആപ്പിൾ ബഫ്സിൻ്റെ താഴെ കൂടെയൊക്കെ ഇങ്ങനെ ഒരുപാട് എൻജോയ് ചെയ്ത് ഫ്രീ ആയിട്ട് നടക്കുമായിരുന്നു. ഫ്രീ ആയിട്ട് നടക്കുക മീൻസ് അൺകൺട്രോളബിൾ ആയിട്ട് നടക്കുമായിരുന്നു. ഹി വാസ് സെലിബ്രേറ്റിംഗ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ഗ്രീൻ ഗ്രാസ് എന്നുള്ളതാണ് ഇവിടെ സ്പീക്കർ പറയുന്നത്. ഗ്രീൻ ഗ്രാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്രയും എന്താ പറയുക, പ്യുവറായിട്ട് അത്രയും ആക്റ്റീവായിട്ടുള്ള രീതിക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ ലിൽറ്റിംഗ് ഹൗസ് എന്ന് പറയുന്നൊരു യൂസ് നമുക്ക് കാണാം. ലിൽറ്റിംഗ് ഹൗസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാപ്പി ആൻഡ് ഷൈനിങ് എന്നുള്ളൊരു മീനിങ് ആണ്. ഇതൊരു തരം പേഴ്സോണിഫിക്കേഷനാണ്. അതായത് ഈ സ്പീക്കറിൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് അത്രയും ഷൈനിങ് ആയിരുന്നു, അത്രയും ഹാപ്പി ആയിരുന്നു എന്നുള്ളതാണ് സ്പീക്കർ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലൈൻസിലൂടെ സ്പീക്കർ പറയുന്നത് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നൊരു അൺകൺട്രോളബിൾ സ്റ്റേറ്റ് ആണെന്നും അതൊരിക്കലും രണ്ടാമത് തിരിച്ചു കിട്ടില്ല, അത് വൺസ് ഇൻ എ ലൈഫ് ടൈം എന്നുള്ളത് കൂടെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഗോൾഡൻ ഇൻ ദ ഹെയ്ഡേയ്സ് ഓഫ് ഹിസ് ഐസ് എന്ന് പറയുന്നുണ്ട്. അത് ഗോൾഡൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൈം ഓഫ് ഹിസ് ലൈഫ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാൻസിൽ നമുക്ക് കാണാൻ കഴിയും അ ടൈം ഐ ലോട്ട്ലി ഹാഡ് ദ ട്രീസ് ആൻഡ് ലീവ്സ് എന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഈ ഒരു ടൈമിൽ സ്പീക്കർക്ക് താൻ സ്വയം ഒരു കിങ് ആണ്, അല്ലെങ്കിൽ ഒരു ലോട്ട്ലി ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു ലൈൻ ഉദ്ദേശിക്കുന്നത് ഡോമിനൻ്റ് ഓവർ നേച്ചർ എന്നുള്ളൊരു തീമിലോട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റാൻസ് കംപ്ലീറ്റ് ആയിട്ടും സ്പീക്കർ ഡിസ്ക്രൈബിങ് ദിസ് പാസ്റ്റൽ ബ്യൂട്ടി എന്നുള്ളത് കൂടെയാണ് പറയുന്നത്. ആൻഡ് ഹി ഓൾസോ എക്സ്പ്ലെയിനിങ് ദ ലാൻഡ്സ്കേപ്പ് ഓഫ് ദ വില്ലേജ് ഓർ ദ ഫേൺ ഹിൽ. ഈ ഫസ്റ്റ് സ്റ്റാൻസ കംപ്ലീറ്റ് ആയിട്ടും പോയറ്റ് എക്സ്പ്ലെയിനിങ് ദ ബ്യൂട്ടി ആൻഡ് ലാൻഡ്സ്കേപ്പ് ഓഫ് ദി ഫാം ഹൗസ് ഫേൺ ഹിൽ. ഈ ഫേൺ ഹില്ലിലെ ഒരു ലാൻഡ്സ്കേപ്പും ബ്യൂട്ടിയും ഒക്കെയാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു സ്പീക്കർ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റാൻസ നോക്കുകയാണെങ്കിൽ ഹി എക്സ്പ്ലെയിൻസ് ഓർ സെലിബ്രേറ്റ്സ് ഹിസ് ഹാപ്പിനെസ് ത്രൂ സിംഗിങ് എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റാൻസയിൽ ഗ്രീൻ ആൻഡ് ഗോൾഡൻ എന്ന് പറയുന്ന 2 കളേഴ്സ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗ്രീൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചൈൽഡ്ഹുഡും ഗോൾഡൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്പീക്കറിൻ്റെ മെമ്മറീസാണ്. മെമ്മറീസ് ഓഫ് ഹിസ് ചൈൽഡ്ഹുഡ് എന്നുള്ളത് കൂടെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സ്റ്റാൻസിൽ പറയുന്നത് സ്പീക്കർ പാടുന്നതിനനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന ബേർഡ്സും ആനിമൽസും ഒക്കെ സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ സാബത്ത് എന്ന് പറയുന്നൊരു വേർഡ് കാണാൻ കഴിയും. അത് റിലേറ്റഡ് ടു ക്രിസ്ത്യാനിറ്റി ആണ്. 7th ഡേ എന്നൊക്കെ പറയാം. ക്രിസ്ത്യൻ ബിലീഫിലുള്ളൊരു സ്പെഷ്യൽ ഡേ ഒക്കെയാണത്. അപ്പം ആ ടൈമിലുള്ള ഈ ബെൽ റിങ്ങിങ് ഉണ്ടല്ലോ, അതുപോലെയാണ് അവിടെ ഉണ്ടായിരുന്ന റിവറിലൊക്കെ പെബിൾസ് സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതായത് ഈ സ്പീക്കർ പാടുന്ന ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന ബേർഡ്സും ആനിമൽസും ഈവൻ നേച്ചർ വരെ, ഈ റിവർ വരെ അത് എൻജോയ് ചെയ്തു, അതിനനുസരിച്ച് സൗണ്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് ഈ ഒരു സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്.
മൂന്നാമത്തെ സ്റ്റാൻസയിൽ പറയുന്നത് ഫേൺഹിൽ എന്ന് പറയുന്നത് അത്രയും ലൈവ്ലി അറ്റ്മോസ്ഫിയർ ഉള്ളൊരു ഫാം ഹൗസ് ആയിരുന്നു. അവിടെ ഭയങ്കര കെയർലെസ് ആയിട്ട് ലവ്ലി ആയിട്ട് ഇവർ എൻജോയ് ചെയ്ത് നടക്കുകയായിരുന്നു. അങ്ങനെ അന്ന് രാത്രി സ്പീക്കർ ഉറങ്ങുന്നുണ്ട്. ആ ഉറക്കത്തിലൊരു സ്വപ്നം കാണുകയാണ്. ഒരുപാട് മൂങ്ങകൾ എന്ന് പറയുമ്പോൾ ഓൾസ് വന്നിട്ട് ഇവരുടെ ഈ ഒരു ഫാം ഹൗസ് ദൂരത്തോട്ട് ആകാശത്തോട്ട് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതേപോലെ തന്നെ നൈറ്റ് ജാസ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ബേർഡ്സ് വന്നിട്ട് ഇവരുടെ ഫാം ഹൗസിൽ ഉണ്ടായിരുന്ന ഹോസസിനെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ സ്പീക്കറുടെ ഉള്ളിൽ ഒരുതരം മീനിങ്ലെസ്നെസ് അല്ലെങ്കിൽ ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷൻ ഉണ്ടാക്കുന്നുണ്ട്, ഹോപ്പ്ലെസ് കണ്ടീഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത് സഡൻലി എവറിത്തിങ് ഹാസ് ഗോൺ ടു ഡാർക്ക്നെസ് ഹാസ് ഡിസപ്പിയേർഡ് എന്നുള്ളതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പോം എഴുതപ്പെടുന്നത് എന്ന് വിശ്വസിക്കുന്നത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വേൾഡ് വാർ സെക്കൻഡിനോട് പോയറ്റിനുണ്ടായിരുന്ന ആ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു എന്നുള്ളത് കൂടെയാണ് ഈ ഒരു പോം കംപ്ലീറ്റ് ആയിട്ട് ഉദ്ദേശിക്കുന്നതും. വേൾഡ് വാർ സെക്കൻഡിൻ്റെ ടൈമിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഹോപ്പ്ലെസ് ഫീലും അവർക്കുണ്ടായിരുന്ന ആ ഒരു ഇമോഷണൽ ഫീലൊക്കെയാണ് ഈ ഒരു ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് എല്ലാം പോയി ലൈഫിലോ അല്ലെങ്കിൽ ഒന്നിനൊരു ഹോപ്പ് ഇല്ലാത്തൊരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസയിൽ പറയുന്നത് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പം ഈ ഒരു ഫേൺഹില്ലും അതേപോലെ തന്നെ ഇവരുടെ ഹോസസൊക്കെ എവിടെയാണോ ഉണ്ടായിരുന്നത് ആ സെയിം പ്ലേസിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് ഇതെല്ലാം തിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു കാര്യമാണ് പറയുന്നത്. ആ ഒരു ടൈമിൽ സ്പീക്കർക്ക് ഉണ്ടായ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ആഡമും ഈവും ഗാർഡൻ ഓഫ് ഏഡനിൽ ഉണ്ടായിരുന്ന ടൈമിൽ ഇവർക്ക് എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ടായിരുന്നു, അത്രയും ഹാപ്പിനെസ് ആയിരുന്നു ഇത് തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ സ്പീക്കർക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അടുത്ത 2 സ്റ്റാൻസസിലായിട്ട് സ്പീക്കർ പറയുന്നത് ഹിസ് ചൈൽഡ്ഹുഡ് ഈസ് ഓൾമോസ്റ്റ് ഓവർ ആൻഡ് ഹി ഈസ് നോ ലോങ്ങർ എ ചൈൽഡ് ആൻഡ് ഓൾസോ ഹി ഈസ് ഡിസ്ക്രൈബിങ് ദ ലോസ് ഓഫ് ഇന്നസെൻസ് അതുകൂടെ പറയുന്നുണ്ട്. കാരണം ഈ ഒരു ടൈം എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് തീരാറായി, ഇനി അടുത്ത സ്റ്റേജ് ഓഫ് ലൈഫിലോട്ട് സ്പീക്കർ കടക്കുകയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ സീസ് ദ ഡേ ഒരു കാർപ്പേഡിയം എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് കൂടെ തന്നിട്ടാണ് സ്പീക്കർ ഇവിടെ ഇത് എൻഡ് ചെയ്യുന്നത്. ജീവിതത്തിൽ ഒരു മൊമെൻറ്റും എറ്റേണൽ അല്ല എന്നുള്ളത് കൂടെയാണ് ഇവിടെ സ്പീക്കർ കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഈസ് ഡിസ്ക്രൈബിങ് ദാറ്റ് ഗോഡ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എല്ലാവരുടെ ഉള്ളിലും ചൈൽഡ്ഹുഡ് ടൈമിലുണ്ടാവും. പക്ഷേ അഡോളസൻസിലേക്ക് എത്തുന്ന ടൈമിൽ ഇത് പതുക്കെ ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് സ്പീക്കർ ഇവിടെ പറയുന്നത്. ത്രൂ ഔട്ട് ദിസ് പോയം ഇത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ലോസ് ഓഫ് ഇന്നസെൻസ് എന്നുള്ളൊരു തീമും ജോയ് എന്നുള്ളൊരു തീമും കൂടെയാണ് ഇവിടെ. ചൈൽഡ്ഹുഡ് അതേപോലെ ചൈൽഡ്ഹുഡ് മെമ്മറീസൊക്കെയാണ്, നൊസ്റ്റാൾജിക് പോമാണിത്. ഇങ്ങനെയുള്ള തീംസൊക്കെയാണ് ഈ ഒരു പോം ഡിസ്കസ് ചെയ്യുന്നത്. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ആ ഒരു ടൈം പീരീഡിൻ്റെ ബ്യൂട്ടി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇവിടെ സൺ എന്ന് പറയുന്ന ഒരു മെറ്റഫറിനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഹിസ് എക്സ്പ്ലെയിനിങ് ദാറ്റ് വി വോണ്ട് എൻജോയ് ബ്യൂട്ടി ഓഫ് ദി സൺ ആസ് യങ് ഇൻ അഡൾട്ട്ഹുഡ്. ഹി കമ്പയർഡ് ദ സൺ ടു ഹിസ് ചൈൽഡ്ഹുഡ്. ദ ബ്യൂട്ടി ഓഫ് സൺ ഈസ് വൺസ് ഇൻ ലൈഫ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഓൾസോ ഇതിൽ ടൈം ലെറ്റ് മീ എന്ന് പറയുന്നൊരു വേർഡ് അല്ലെങ്കിൽ ആ ഒരു ഫ്രേസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടൈം എല്ലാം ഇവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ സ്പീക്കറിനെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അലോ ചെയ്തു എന്നുള്ളൊരു ഇതാണ്. അത് ടൈം ഒരു ഗിഫ്റ്റ് കൊടുത്തു എന്നുള്ള രീതിക്കാണ് ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്. ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.